ക്രിസ്തീയ സഭാ വിഭാഗങ്ങളിലെ ഭിന്നിപ്പ് എല്ലാവർക്കും വേദനയുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാകുന്നു. അതിനെ ന്യായീകരിക്കാതെ പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിച്ചാൽ അത് ദൈവനാമ മഹത്വത്തിനാകും. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. നമ്മുടെയൊക്കെ ചിന്താഗതികൾക്ക് മാറ്റം വരുത്താമെന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാകും. ഒരു സുഹൃത്ത് വണ്ടി ഓടിക്കുവാൻ പഠിച്ച് ലൈസൻസും സ്വന്തമാക്കി. എന്നാൽ വണ്ടിയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങുവാൻ പേടിയായിരുന്നതിനാൽ വണ്ടി ഓടിച്ചില്ല. ഒരു ദിവസം അയാൾ ചിന്തിച്ചു, ചേടാ, ലക്ഷക്കണക്കിന് ആളുകൾ വണ്ടി ഓടിക്കുന്നുണ്ട് ഈ വഴികളിലൂടെ, പിന്നെ എനിക്കെന്തുകൊണ്ട് സാധിക്കുന്നില്ല? വെളിയിലേക്ക് ഇറങ്ങി. ഇന്ന് അയാൾ നല്ല ഒന്നാന്തരം ഒരു ഡ്രൈവറാണ്. ആത്മീയ വരങ്ങളുടെ പേരിൽ ആകെ ഭിന്നിച്ചിരുന്ന കൊരിന്തിലെ സഭയോട് വിശുദ്ധ പൗലോസ് പറയുന്നത്, ക്രിസ്തു ശിഷ്യരായ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളാകുന്നു എന്നത്രേ. ശരീരത്തിലെ ഒരു അവയവത്തിന് മറ്റൊരു അവയവത്തോട് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാൻ കഴിയുമോ? അതുപോലെ തന്നെയാണ് ഞാൻ ആരുമല്ലാത്തതിനാൽ, എനിക്ക് പ്രത്യേക കഴിവുകളൊന്നുമില്ലാത്തതിനാൽ ഞാനൊന്നും ചെയ്യുവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒരവയവത്തിനും ഒഴിഞ്ഞു മാറുവാനും സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ശരീരം പ്രവർത്തിക്കില്ല. ഒരവയവത്തിനുണ്ടാകുന്ന ക്ഷതം ശരീരത്തെ മൊത്തം ബാധിക്കുമെന്നതിനാൽ എല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. പൗലോസ് ഈ വിഷയം എത്ര മനോഹരമായിട്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ഇന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ആ ഭാഗം ഒന്ന് എടുത്താട്ടെ. എത്ര മനോഹരമായിട്ടാണ് അവൻ വിശദീകരിക്കുന്നത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം. പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വരെ നാം ചിന്തിച്ചു. ഇന്ന് 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 14 മുതൽ ഞാനൊന്ന് വായിക്കട്ടെ. 17 വരെ. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈയല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണ് അല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? അവയവങ്ങളുടെ വൈവിധ്യമാകുന്നു ഇവിടുത്തെ ചിന്ത. അതത്രേ ശരീരത്തിൻ്റെ പ്രത്യേകതയും. ഒരവയവം അതിൽ തന്നെ ശരീരമല്ല. ഒരു ശരീരമാകണമെങ്കിൽ പല അവയവങ്ങൾ വേണം. ആർക്കും ദൈവം ആക്കിയിരിക്കുന്ന അവസ്ഥ വേണ്ട എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. വിവിധ ജോലികൾ വഴിയാണ് ശരീരങ്ങളുടെ വൈവിധ്യം വെളിപ്പെടുത്തുന്നത് തന്നെ. ഇത് വെളിപ്പെടുത്തുന്ന ഒരു പരമാർത്ഥം എന്തെന്നാൽ, എല്ലാവർക്കും ഒരേ വരം ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്നത് തികച്ചും അബദ്ധമാകുന്നു എന്നത്രേ. പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ അടയാളം അന്യഭാഷയാകുന്നു എന്ന് ചിന്തിക്കുന്നവർ അപ്പോൾ പറയുന്നത് അന്യഭാഷയില്ലാത്തവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല എന്നത്രേ. ഈ ഉദാഹരണത്തിൽ നിന്നും അതിൻ്റെ യുക്തിഹീനത വെളിപ്പെടുന്നു. ഇവിടുത്തെ സാമ്യം നമ്മുടെ ശരീരത്തെ കുറിച്ചാണ്. നമ്മുടെ ശരീരം മുഴുവൻ നാവല്ല എന്നോർക്കണം. എല്ലാവർക്കും ഒരേ വരം ആത്മാവ് തരില്ല എന്നോർക്കുക. മനുഷ്യ ശരീരം പോലെ കണ്ണും മൂക്കും കാതും കൈയും കാലും ഒക്കെ വേണം. വ്യത്യസ്തരായ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ വരങ്ങൾ നൽകിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരം എല്ലാ വിധത്തിലും ഭംഗിയായി പ്രവർത്തിക്കേണ്ടതിനാണ്. മറ്റുള്ളവർക്കുള്ള ചില കൃപാവരങ്ങൾ തനിക്കില്ലാത്തതുകൊണ്ട് സഭയിൽ തനിക്കൊരു ശുശ്രൂഷയും ഇല്ല എന്നൊരാൾ ഒരിക്കലും പറയരുത്. കാല് കൈയോടാണ് താരതമ്യപ്പെടുത്തുന്നത്, ചെവിയോടല്ല. നമ്മേക്കാൾ വളരെ ഉയർന്നവരോടല്ല, അല്പം ഉയർന്നവരോടാണ് നാം അസൂയപ്പെടാറുള്ളതില്ലേ? താഴെയുള്ള അവയവത്തിനാണ് പരാതി. ഉയർന്ന കൃപാവരമുള്ളവർ മാത്രമല്ല, താണ തരത്തിലുള്ള വരമുള്ളവരും ശരീരത്തിൻ്റെ അംഗങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉയർന്നും താണും എന്ന് ഞാൻ പറയുമ്പോൾ അത് നമ്മുടേതായ ഒരു കണക്കുകൂട്ടൽ മാത്രമാണ്. അത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാനും അതേ പദം ഉപയോഗിച്ചത്, ഉയർന്നും താണും എന്നുള്ളത്. കൃപാവരത്തിൻ്റെ വ്യത്യാസം നോക്കിയല്ല ശരീരത്തിൻ്റെ ഒരു ഭാഗമാണോ എന്ന് തീരുമാനിക്കേണ്ടത്. ഒരവയവത്തിൻ്റെ ജോലി മറ്റൊരവയവത്തിന് ചെയ്യാൻ സാധ്യമല്ല.
സഭയിൽ ഒരാൾ സ്വന്തം കഴിവിനെ നിസ്സാരമായി കരുതുകയോ മറ്റൊരാളുടെ കഴിവിനെ കാക്ഷിക്കുകയോ ചെയ്യരുത്. എല്ലാ അവയവങ്ങളും ഐക്യമായി പ്രവർത്തിക്കുമ്പോഴാണ് ശരീരം ആരോഗ്യപരമായി നിലനിൽക്കുന്നത്. ഇന്ന് അനേകരും തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. 18 വാക്യത്തിൽ നാം കാണുന്നു, ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പരമാധികാരത്തിൽ ചെയ്യുന്നതാണ് വരങ്ങൾ വിഭജിച്ച് നൽകുന്നത്. അതും തൻ്റെ ഇഷ്ടപ്രകാരം അവൻ അത് നൽകുന്നു. അവൻ അത്ര പ്രസാദിക്കേണ്ടത്. ഈ വരങ്ങൾ ശരീരത്തിലായിരിക്കുന്നത് ശരീരം പ്രവർത്തനക്ഷമമാകുവാനായിട്ടാണ്. അസാധാരണ വരങ്ങൾ അനേകർക്കും നൽകപ്പെട്ടത് നാം കാണാറുണ്ട്. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അതിനെയാണ് നാം അസാധാരണമെന്ന് പറയാറുള്ളത്, ഇല്ലേ? എന്നാൽ പാചകം ചെയ്യുന്നത് അതൊരു വരമായി കാണാറുണ്ടോ? തുന്നുന്നത്, അതുപോലെ തന്നെ ഒരു ദൈവവൈതലിൻ്റെ പാചകവും തുന്നലും മറ്റു ജോലികളും എല്ലാം ഒരു വരമാക്കി തീർക്കാവുന്നതാണ് എന്നത്ര ഞാൻ പറഞ്ഞത്. പലർക്കും അത്തരം വരങ്ങൾ വേണ്ട. അവർ വലുതെന്ന് ചിന്തിക്കുന്ന പലതിനും വേണ്ടി കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. സത്യസന്ധമായി അത് കിട്ടുന്നില്ല എന്നായപ്പോൾ ഇപ്പോൾ ഇല്ലാത്ത വരമുണ്ടെന്ന് പ്രഖ്യാപിച്ച് ജീവിക്കുന്നു. ബൈബിളിലെ സംഭവങ്ങളിൽ നിന്നും വരങ്ങളെക്കുറിച്ച് ചില ആശയങ്ങൾ നമുക്ക് ലഭിക്കും. അനന്യാസിനും സഫീറയ്ക്കും വരമുണ്ടായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ വരങ്ങൾ ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് സമർപ്പിച്ചില്ല. അവരുടെ വരങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നില്ല. അതുകൊണ്ട് അവർ ശിമോൻ പത്രോസിൻ്റെ മുൻപിൽ വീണു മരിച്ചു. ആദ്യമേ സഭയിൽ ജീവിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവർക്ക് വരങ്ങളുണ്ടായിരുന്നു, എന്നാൽ അവയെ ഉപയോഗിക്കേണ്ട വിധം അവർ അത് ഉപയോഗിച്ചില്ല. തബീത എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്ക് വസ്ത്രങ്ങൾ തുന്നുവാനുള്ള കഴിവുണ്ടായിരുന്നു. അവൾ ആ വരം ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുത്തി ഉപയോഗിച്ചു. അവൾ അത് ദൈവഹിതത്തിൽ പ്രാവർത്തികമാക്കി. അവൾ മരിച്ചപ്പോൾ വിധവമാരെല്ലാം കൂടി കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ പത്രോസ് യോപ്പയിലേക്ക് എന്ന് അവളെ ഉയർപ്പിച്ചു. അവളുടെ വരം സഭയിൽ തുടർന്ന് നിൽക്കേണ്ടത് ആവശ്യമായിരുന്നു. ശിമോൻ പത്രോസിനൊരു വരമുണ്ടായിരുന്നു. പെന്തക്കോസ്ത് നാളിലെ വലിയ പ്രസംഗകൻ അവനായിരുന്നു. ദൈവം അവനെ അതിന് ശക്തമായി ഉപയോഗിച്ചു. അവൻ്റെ വരം ദൈവം ഉദ്ദേശിച്ചത്രയും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചു. അവനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇതിലെല്ലാം പരമാധികാരിയാകുന്നു. എന്താണ് പ്രധാനപ്പെട്ടതെന്നും എന്താണ് പ്രധാനപ്പെട്ടതല്ലാത്തതെന്നും തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം താങ്കളെ ഇപ്പോൾ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിനു വേണ്ടി ശക്തമായി വിശ്വസ്തയോടെ പ്രവർത്തിക്കുക. ലഭിച്ചിട്ടുള്ള വരങ്ങളെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുക. പരിശുദ്ധാത്മാവ് തീരുമാനിക്കട്ടെ ഇനിയും താങ്കൾ ഏത് വരം കൊണ്ടാണ് മുൻപോട്ട് പോകേണ്ടതെന്ന്. താങ്കൾക്ക് ആവശ്യമുള്ള വരം ഏതെന്ന് പരിശുദ്ധാത്മാവ് തന്നെ തീരുമാനിക്കട്ടെ. അവൻ നൽകുന്നതിനോട് നമുക്കൊരിക്കലും വേണ്ട എന്ന് പറയുവാൻ സാധിക്കില്ല. അങ്ങനെ പറയരുത്. അക്കരെ പച്ചയ്ക്ക് പുറകെ ഓടരുത് എന്ന് ചുരുക്കം. നമ്മുടെ വരങ്ങളെ ഉപയോഗിക്കുവാനും അവയെ ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലാക്കി തീർക്കുവാനും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു എന്ന് നാം ഓർക്കണം. 19 മുതൽ നാം വായിക്കുമ്പോൾ കാണുന്നത്, സകലവും ഒരു അവയവം എങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. അവയവങ്ങൾ പലതായിരിക്കേണ്ടതിൻ്റെ ആവശ്യം ഇവിടെ വ്യക്തമാക്കുന്നു. ഒരവയവം എത്ര പ്രധാനമായാലും അതുകൊണ്ട് മാത്രം ശരീരമാകില്ല. നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും ആവശ്യമാണ്. ദൈവമക്കൾ എന്ന നിലയിൽ നാം അന്യോന്യം ആവശ്യമുള്ളവരാണ്. നമ്മെ എല്ലാവരെയും ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും കൂടി ചേർന്ന ഒരൈക്യമാണ് സഭയിലെ ഐക്യം. 15 വാക്യത്തിൽ താണ അവയവങ്ങൾക്ക് ഉയർന്ന അവയവങ്ങളോടുള്ള അസൂയയായിരുന്നു നാം കണ്ടത്. എന്നാൽ 21 വാക്യത്തിൽ ഉയർന്നതെന്ന് ചിന്തിക്കുന്ന അവയവങ്ങൾക്ക് താണവയോടുള്ള അവഗണനയാണ് കാണുന്നത്. ആർക്കും ആരെയും തള്ളിക്കളവാൻ അവകാശമില്ല. മേന്മയെക്കുറിച്ചുള്ള ചിന്ത അവസാനിപ്പിച്ച് നിയന്ത്രിക്കപ്പെടുവാൻ സമ്മതിക്കണം. ശരീരത്തിലെ ചുരുക്ക അവയവങ്ങൾ മാത്രമേ മറ്റുള്ളവർക്ക് കാണാവുന്നതുപോലെയുള്ള സ്ഥിതിയിൽ ആയിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് കാണപ്പെടാത്തവയെല്ലാം കൂടി നാളെ സമരം തുടങ്ങിയാലത്തെ സ്ഥിതി എന്താകും ഒന്ന് ചിന്തിക്കൂ. 23 മുതലുള്ള വാക്യങ്ങൾ, ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു.
ചില ചെറിയ കുട്ടികൾ വ്യായാമം ചെയ്യുകയും വലിയ ഭാരങ്ങൾ പൊക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കും. അവൻ ചില മാംസപേശികൾ വികസിപ്പിക്കുവാനും ശക്തി വർദ്ധിപ്പിക്കുവാനുമുള്ള ശ്രമത്തിലാണ്. അതുപോലെ ദൈവം വിശ്വാസികളുടെ ശരീരത്തിന് ശ്രദ്ധ നൽകുന്നു. അങ്ങനെ ചെറിയ ചെറിയ വരങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു. നാം വികസിപ്പിച്ചെടുക്കേണ്ട അനേകം വരങ്ങൾ ഇന്ന് സഭയിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ താങ്കൾ കർത്താവിനായി ഒന്നും ചെയ്യുന്നില്ല എന്നായിരിക്കും താങ്കൾ ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്നും താങ്കൾ എവിടെ പോകണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് ഒരു വലിയ സംഗതി. ദൈവം നൽകിയിരിക്കുന്ന വരങ്ങൾ കണ്ടുപിടിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. പൗലോസ് പറയുന്നത് ശരീരത്തിൽ ഭിന്നത ഉണ്ടാകാതിരിക്കുവാൻ ദൈവം തന്നെയാണ് ഇതെല്ലാം കൂട്ടിച്ചേർത്തത് എന്നത്രേ. ഏതു തരം കൃപാവരത്തോടു കൂടിയവരും അന്യോന്യം ആവശ്യമുള്ളവരാണെന്ന വസ്തുത നാം മറക്കരുത്. 26 വാക്യം, അതിനാൽ ഒരു അവയവം കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടമനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. അതേ സുഹൃത്തെ, സഭയിൽ അസൂയയ്ക്ക് ഒരു സ്ഥാനവുമില്ല. നാം എല്ലാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാകുന്നു. ഒന്നിന് മാനം ലഭിച്ചാൽ നമുക്കെല്ലാം മാനം ലഭിക്കുന്നു. ഒരംഗം കഷ്ടമനുഭവിക്കുമ്പോൾ നാം എല്ലാം കഷ്ടമനുഭവിക്കുകയാണ്. അല്ലെങ്കിൽ കാര്യമായ തകരാറുണ്ട്. എൻ്റെ ശരീരത്തിൻ്റെ അവയവമാകുന്നു എങ്കിൽ അങ്ങനെ സംഭവിക്കും. എൻ്റെ കാലിൻ്റെ അണിവിരലിനുണ്ടാകുന്ന വേദന ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും അനുഭവപ്പെടുമില്ലേ? അനുഭവപ്പെടാത്ത ഒരു അവയവം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അതിന് കുഷ്ഠരോഗമായിരിക്കും, അല്ലെങ്കിൽ ആ അവയവം കൂട്ടിച്ചേർത്തതായിരിക്കും. ഡോക്ടർ വെച്ച പല്ലിന് വേദന ഉണ്ടാകുമെന്ന് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല കേട്ടോ. നമ്മുടെ അവസ്ഥ എങ്ങനെയാകുന്നു എന്ന് ചിന്തിക്കൂ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീരുവാനുള്ള ഭാഗ്യം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? ഒരു വിശ്വാസിയുടെ ഉയർച്ചയിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? കുതികാൽ വെട്ടുവാൻ ശ്രമിക്കാറുണ്ടോ? ഒരു ദൈവവേദൽ കഷ്ടമനുഭവിക്കുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുവാൻ താങ്കൾ ശ്രദ്ധിക്കാറുണ്ടോ? സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാനും കരയുന്നവരോടുകൂടെ കരയുവാനുമാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദുഃഖമെന്ന് പറയട്ടെ, നമുക്ക് പലപ്പോഴും സന്തോഷിക്കുന്നവരോട് അസൂയയും കഷ്ടമനുഭവിക്കുന്നവരിൽ നിന്നും മാറിപ്പോകുന്ന പ്രവണതയുമാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഒരു ശരീരത്തിലെ അവയവങ്ങൾക്ക് അന്യോന്യം ഉപദ്രവിക്കുവാൻ സാധ്യമല്ല. എല്ലാവർക്കും, അതെ, ക്രിസ്തുവിൻ്റെ സഭയുടെ അവയവങ്ങളായി തീർന്നിട്ടുള്ള എല്ലാവർക്കും ദൈവം വരം നൽകിയിട്ടുണ്ട്. വരം ലഭിച്ചിട്ടില്ലാത്ത ആരുമില്ല. തങ്ങളുടെ വരം അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് ആർക്കും ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഞാനാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ് അപ്രധാനങ്ങളായ വരങ്ങളെ നമുക്ക് തള്ളുവാനും അനുവാദമില്ല. എല്ലാവരും ശരീരത്തിൻ്റെ നന്മയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. എത്ര മനോഹരമായൊരു സാദൃശ്യമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇരുപത്തിയേഴും 28 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളുമാകുന്നു. ദൈവം സഭയിൽ 1 അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3 ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. സഭ മൊത്തമായി ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. നാം വ്യക്തികളായി അതിൻ്റെ അവയവങ്ങളാണ്. ആരും ഒറ്റയ്ക്ക് ശരീരമല്ല, ആരെയും ഒഴിച്ചു നിർത്തുന്നുമില്ല. 28 വാക്യത്തിൽ 8 കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നു. ആദ്യത്തെ 3 പരമപ്രധാനമായതുകൊണ്ട് പ്രാധാന്യത്തിൻ്റെ ക്രമമനുസരിച്ച് പറയുന്നു. 1 അപ്പോസ്തലന്മാർ. പുതിയ നിയമത്തിൽ ഈ വാക്ക് 79 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവരെ കർത്താവ് നേരിട്ട് നിയോഗിച്ചവരാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ എന്നിവ അവരുടെ അപ്പസ്തോലത്വത്തിൻ്റെ ലക്ഷണങ്ങളായിരുന്നു. ഇതൊരു വരമായി പറഞ്ഞിരിക്കുന്നതിനാൽ ഇന്നും അപ്പസ്തോലന്മാർ സഭയിൽ ഉണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ.
സഹായം ചെയ്യുവാനുള്ള വരത്തെക്കുറിച്ച് എന്തു പറയുന്നു? അതെ, എത്ര മഹത്തായ ഒരു വരമാകുന്നു അത്. താങ്കൾ അത് ഉപയോഗപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കട്ടെ. അടുത്ത 2 വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. 29ഉം 30ഉം വാക്യങ്ങൾ. എല്ലാവരും അപ്പോസ്തലന്മാരോ? എല്ലാവരും പ്രവാചകന്മാരോ? എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ? എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ? എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതിൽ ചില വരങ്ങൾ നീങ്ങിപ്പോയിട്ടുണ്ട്. ഇന്ന് അവ സഭയിൽ നിന്നും അപ്രത്യക്ഷമായി. കാരണം ഇന്ന് അവ സഭയിൽ ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സഭയിൽ അപ്പോസ്തലന്മാരില്ല. ഭാവി കാര്യങ്ങളെക്കുറിച്ച് പുതിയൊരു വെളിപ്പാടായി പറയുവാൻ കഴിയുന്ന പ്രവാചകന്മാരും ഇന്ന് സഭയിലില്ല. അപ്പോസ്തലന്മാരോടൊപ്പം സഭയുടെ അടിസ്ഥാനത്തിൽ അവരെ കാണുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ സഭയുടെ സത്യങ്ങൾ വെളിപ്പാടിനാൽ ഇവർക്കും ലഭിച്ചു. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ആദിമസഭയിൽ പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ലായിരുന്നതിനാൽ സഭകളിൽ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ആലോചന അപ്പോഴപ്പോൾ ആവശ്യമായ നിലയിൽ അറിയിച്ചിരുന്നു. എല്ലാവർക്കും എല്ലാ വരങ്ങളും ഇല്ല എന്ന് പൗലോസ് വ്യക്തമായി പറയുന്നു. എല്ലാവരും അപ്പോസ്തലന്മാരോ? അതിൻ്റെ ഉത്തരം വ്യക്തമാണല്ലോ, അല്ല, എല്ലാവരും അപ്പോസ്തലന്മാർ അല്ല. തുടർന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഇതുപോലെ മറുപടി കൊടുക്കേണ്ടതാണ്. അങ്ങനെ പൗലോസ് അതിമഹത്തായ ഒരു നിർദ്ദേശം കൊണ്ടുവരുന്നു. 31-ാം വാക്യം. ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുള്ളതിലേക്കും അതിശ്രേഷ്ഠമായൊരു മാർഗം പൗലോസ് പറയുന്നു. അവൻ പറയുന്നു, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിശ്രേഷ്ഠമായൊരു വരമല്ല, ശ്രദ്ധിക്കുക, മാർഗമാകുന്നു. അതായത് കൃപാവരങ്ങളെക്കാൾ വിശേഷമായ ഒന്ന് പ്രാപിക്കാനുള്ള മാർഗം. എത്ര വലിയ കൃപാവരങ്ങളും നിങ്ങളെ ഉത്തമന്മാരായ വിശ്വാസികളാക്കി എന്ന് വരികയില്ല. എന്നാൽ സ്നേഹമെന്ന ഈ മാർഗം ശ്രേഷ്ഠവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിക്കും. സ്നേഹമില്ലാതെ എത്ര വലിയ വരങ്ങളുണ്ടെങ്കിലും എന്ത് പ്രയോജനമാണ്? തിരുവെഴുത്തിൽ സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലാണ്. അതത്രേ നാം ഇനിയും പഠിക്കുവാൻ പോകുന്നത്. തത്വജ്ഞാനികളും വലിയ വലിയ എഴുത്തുകാരും മനഃശാസ്ത്രജ്ഞന്മാരും എല്ലാം സ്നേഹത്തെ നിർവചിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളതായി കാണാം. അതെ, സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ, വികാരങ്ങൾ, പ്രതിഫലനങ്ങൾ എന്നുവേണ്ട എല്ലാം. എന്നാൽ അവരെല്ലാം പൊതുവെ പരാജയപ്പെട്ടു എന്നതാണ് സത്യം. കാരണം അവർ ആരംഭിച്ചതും അവസാനിപ്പിച്ചതും എല്ലാം മാനുഷികമായ നിലവാരത്തിലാണ്. അല്പം കൂടി തെളിച്ചു പറഞ്ഞാൽ ഒരുതരം മൃഗീയമായ സ്നേഹം. സ്നേഹത്തിൻ്റെ ആധികാരികമായ ഒരു നിർവചനം ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന ബൈബിളിൽ മാത്രമേ കാണുവാൻ സാധിക്കൂ എന്നതാണ് സത്യം. തിരുവചനത്തിൽ നാം കാണുന്ന നിർവചനം കൃത്യമാണ്. കാരണം അത് ദൈവത്തിൽ ആരംഭിച്ച് തുടർന്ന് അതിൻ്റെ പ്രതിഫലനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ഈ അതിമഹത്തായ അധ്യായം പഠിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തെ ഇത് സ്വാധീനിക്കും. ദിവ്യസ്നേഹം എന്തെന്നിവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നതിനിടയ്ക്ക് സ്നേഹത്തിൻ്റെ ഗുണങ്ങൾ വിവരിക്കുവാൻ തുടങ്ങുന്നത് വിഷയം വിട്ടുപോകുകയല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നുവല്ലോ. 12-ാം അധ്യായത്തിലെ കൃപാവരങ്ങൾ 14-ാം അധ്യായത്തിൽ നിർദ്ദേശിക്കുന്ന തരത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ഈ അധ്യായത്തിലെ 13-ാം അധ്യായത്തിലെ സ്നേഹം അത്രേ ആവശ്യം, ആ മാർഗം. ഈ അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ ഒരു നിർവചനം നമുക്ക് കാണാവുന്നത് അത്രേ. ചിലപ്പോൾ ഈ നിർവചനങ്ങൾ നന്നാക്കുന്നതിനേക്കാൾ നശിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. സ്നേഹത്തെ നിർവചിക്കുവാൻ ശ്രമിച്ചത് ഈ അധ്യായത്തിലെ ഗൗരവമായ ഒരു വ്യതിചലനമാകുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. ഒരു റോസാ പുഷ്പത്തെ നിർവചിക്കുവാൻ ശ്രമിക്കുമ്പോൾ സസ്യശാസ്ത്രത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരണം ലഭിച്ചെന്ന് വന്നേക്കാം. എന്നാൽ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു റോസാ പുഷ്പത്തിൽ നിന്നും അത് വളരെ വ്യത്യസ്തമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, ഇല്ലേ? സൂര്യാസ്തമയത്തെക്കുറിച്ച് ആരെങ്കിലും താങ്കൾക്ക് വിവരിച്ച് തന്നിട്ടുള്ള അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കന്യാകുമാരിയിൽ പോയി നിന്ന് സൂര്യാസ്തമയം കണ്ടപ്പോൾ വാസ്തവത്തിൽ എന്നെ കോരിത്തരിച്ചു പോയി. അതൊന്ന് വിവരിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നെനിക്കെപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് അത് സാധ്യമല്ല എന്ന് പറഞ്ഞൊഴിയുകയായിരിക്കും നല്ലത്. ഈ അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ ഒരു അവതരണം ആകുന്നു നാം കാണുന്നത്, നിർവചനമല്ല. ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 പദങ്ങൾ നമ്മുടെ ഭാഷയിൽ സ്നേഹം എന്ന് മാത്രം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഫീലിയ ഉത്തമന്മാരെ സ്നേഹിക്കുന്ന സ്നേഹവും ഈറോസ് ലൈംഗിക സ്നേഹവുമാകുന്നു. എന്നാൽ അഗാപ്പെ എന്ന വാക്കാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അർഹതയില്ലാത്തവരെ സ്നേഹിക്കുന്ന ദൈവിക സ്നേഹം. സ്നേഹത്തിൻ്റെ സർവോഷ്ഠത അഥവാ
അതിൻ്റെ മൂല്യമാകുന്നു 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നാം കാണുന്നത്. സ്നേഹത്തിൻ്റെ വിശേഷ അധികാരങ്ങൾ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. സ്നേഹത്തിൻ്റെ സനാതനത്വം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും നാം വായിക്കുന്നു. ഈ അതിമനോഹരമായ മഹത്തായ അധ്യായം നമുക്ക് പഠിക്കുവാൻ ആരംഭിക്കാം. ആദ്യത്തെ ചില വാക്യങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. എന്താ? 1-ാമത്തെ വാക്യം, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ദൂതന്മാരുടെ ഭാഷ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇലക്വൻസ് ആകുന്നു എന്നുറപ്പാണ്. ഒരു ദൂതൻ സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല, എന്നാൽ പൗലോസ് കേട്ട് കാണുമെന്നത്ര ഞാൻ കരുതുന്നത്. ഏറ്റവും മഹത്തായ ഇലക്വൻസ് പോലും സ്നേഹമില്ലാത്തതാണെങ്കിൽ അത് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേങ്ങല പോലെ മാത്രമാണ്. മനുഷ്യ ശബ്ദത്തിൻ്റെ അപാരമായ ശക്തി നമുക്കെല്ലാം അറിയാവുന്നതാണ്. കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്ന ചില വാഗ്മികളെക്കുറിച്ച് നാം വായിക്കാറുണ്ടല്ലോ. ഇന്ന് ജീവിക്കുന്നവരിൽ അനേകരും അങ്ങനെ ഉണ്ടല്ലോ. തങ്ങളുടെ നാവിനാൽ ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു മുദ്ര ചരിത്രത്തിൽ എഴുതി ചേർത്തവർ. എന്നാൽ പൗലോസ് ഉറപ്പായി പറയുന്നത് എന്തെന്നാൽ ഏറ്റവും ഉന്നതമായ മനുഷ്യ ശബ്ദത്തെക്കാൾ ശക്തമാണ് സ്നേഹം എന്നത്രേ. മനുഷ്യൻ്റെ നാവ് ശക്തിയുള്ള ഒരായുധമാണെങ്കിൽ ഒരു ദൂതൻ്റെ നാവ് ഈ പറഞ്ഞതിനേക്കാളെല്ലാം ശക്തമാണെന്ന് ചിന്തിക്കുന്നത് വെറും യുക്തി മാത്രമില്ലേ? എന്നാൽ ഒരു ദൂതൻ്റെ സംസാരം പോലും സ്നേഹമില്ലാത്ത അവസ്ഥയിൽ ഫലമില്ലാത്തതായിത്തീരും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പ്രേരണയില്ലാതെ മനുഷ്യരുടെയോ ദൂതന്മാരുടെയോ സംസാരം തലവേദന ഉണ്ടാക്കുന്ന ഒരുതരം ശബ്ദം മാത്രമായിരിക്കും. ഏത് ഭാഷ പറഞ്ഞാലും സ്നേഹമില്ല എങ്കിൽ സംഗീതമില്ലാത്ത വെറും ശബ്ദം പോലെയുള്ളൂ. നമ്മുടെ വാക്കുകൾക്ക് അർത്ഥവും ആഴവും യാഥാർത്ഥ്യവും ഒക്കെ നൽകുന്നത് സ്നേഹമാണ്. ദൂതന്മാരുടെ ഭാഷ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഭാഷാവരത്തെക്കുറിച്ചാണ് എന്ന് തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതല്ല പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്നേഹത്തിൻ്റെ പ്രാധാന്യത കാണിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. 2-ാം വാക്യം, എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ആദ്യത്തെ വാക്യത്തിൽ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ഇപ്പോൾ മനസ്സിൽ നിന്നുള്ള അഥവാ ബുദ്ധിയുടെ ഒരു പ്രവർത്തനമായിട്ടുള്ള സ്നേഹം. അറിവ് മാത്രം കൊണ്ട് മതിയാകുകയില്ല. ആ അറിവിനോട് സ്നേഹം കൂടി ചേർക്കേണ്ടതുണ്ട്. ജ്ഞാനം മാത്രം പോരാ, ജ്ഞാനത്തോടുകൂടി സ്നേഹവും ചേർക്കേണ്ടതുണ്ട്. വചനാനുസരണമുള്ള സഭകൾ എന്നഭിമാനിക്കുന്നവരുടെ ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം ഇതത്രേ. തിരുവചനത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, അതിലെ സത്യങ്ങൾ ശരിയായി തന്നെ ഗ്രഹിച്ചിട്ടുമുണ്ട്, എന്നാൽ സ്നേഹമില്ല. സത്യം പറയുന്നത് തന്നെ സ്നേഹമില്ലാത്ത അവസ്ഥയിലാണ്. അതെ, വളരെ നല്ല സത്യമാണ് പറയുന്നത്, എന്നാൽ ആ മുഖഭാവം കണ്ടാൽ ആരും അത് അംഗീകരിക്കുകയില്ല. എന്നിട്ട് ഉപാധി കർത്താവ് അങ്ങനെയാണ് പറഞ്ഞതെന്നത്രേ. മറ്റുള്ളവരെ വെറുക്കുവാൻ പറഞ്ഞിട്ടില്ല, സ്നേഹത്തിൽ കാര്യങ്ങൾ ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏഷണിയാലും കയ്പിനാലും പകയാലുമൊക്കെ സഭകൾ നിറഞ്ഞിരിക്കുന്നത് എത്ര ഭയങ്കരമാണ്. ജ്ഞാനത്തോടുകൂടെ സ്നേഹം അത്യാവശ്യമാണ്. ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് രക്ഷയ്ക്കുള്ള വിശ്വാസമല്ല, പിന്നെയോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള വിശ്വാസം, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം. എത്ര ഉയർന്ന കൃപാവരമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാനൊരു പൂജ്യം മാത്രമാണ്, ഞാൻ ആരുമല്ല. ഉന്നത കൃപാവരമുള്ളതുകൊണ്ട് ഒരുവൻ ആത്മീകനാകണമെന്നില്ല. പ്രവചനം, ജ്ഞാനം, വിശ്വാസം ഇവയുണ്ടെങ്കിലും സ്നേഹത്തിൻ്റെ അഭാവത്താൽ എന്നെ ഒരു പൂജ്യമായിട്ടേ ദൈവം കാണുകയുള്ളൂ. 3-ാം വാക്യം, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ഇച്ഛാശക്തിയുടെ ഒരു പ്രവർത്തനമാണ്. സ്നേഹം ഹൃദയത്തെ ഉൾപ്പെടുത്തുന്നു. 1 ബുദ്ധിയെ ഉൾപ്പെടുത്തുന്നു, 2 മനസ്സിനെ ഉൾപ്പെടുത്തുന്നു, 3 സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ്. നാം ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിക്കണം എന്നത് ശരിയാണ്, എന്നാൽ സ്നേഹത്തിൽ മാത്രമേ അത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കൂ. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അത് ചെയ്യുവാൻ കഴിയൂ. ഇവിടെ നമുക്കുള്ള ഭൗതിക വസ്തുക്കളെക്കാൾ വലുതാണ് സ്നേഹം എന്ന് കാണിക്കുന്നു. സമ്പത്തിനേക്കാൾ ശക്തിയേറിയതാണ് സ്നേഹം. ദൈവസ്നേഹത്താൽ പ്രേരിതമായിട്ടല്ല നാം എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ, കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ദാനത്തിനൊരു വിലയുമില്ല. പലരും പല ലക്ഷ്യത്തോടെ കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും. സ്നേഹത്തിലല്ലാത്ത ദാനങ്ങൾ ദൈവം അംഗീകരിക്കുന്നില്ല. അതുമാത്രമല്ല, നാം രക്തസാക്ഷികളാകേണ്ടി വന്നാലും സ്നേഹമില്ല എങ്കിൽ അതും അർത്ഥശൂന്യമാണ്. ദാനം മറ്റുള്ളവർക്ക് പ്രയോജനകരമായിരിക്കാം, സ്നേഹമില്ലെങ്കിൽ എനിക്ക് പ്രയോജനമൊന്നുമില്ല, മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ട്. ഇനി ഞാൻ പറയുന്നത് പോലെ ഒന്ന് എഴുതുമോ? കുറേ പൂജ്യങ്ങൾ ഇടുവാൻ പോകുകയാണ്. വാക്സാമർഥ്യം മാത്രം ഒരു പൂജ്യം,
പ്രവചനം മാത്രം ഒരു 0, ജ്ഞാനം മാത്രം ഒരു 0, വിശ്വാസം മാത്രം ഒരു 0, ത്യാഗം ഒരു 0, രക്തസാക്ഷിത്വം മാത്രം ഒരു 0. 6 പൂജ്യങ്ങൾ കൂടുമ്പോൾ ഒന്നുമില്ല കേട്ടോ. അത് തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ ഒക്കെ ചെയ്താലും ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഈ 6 പൂജ്യങ്ങളുടെ ഇടത്തെ അറ്റത്തായി 1 എന്നൊരു സംഖ്യ ഇട്ടാൽ ഓരോ പൂജ്യത്തിനും വിലയുണ്ടാകും, വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതേ സുഹൃത്തെ, ഓരോ കൃപാവരത്തോടും കൂടെ ചേർക്കേണ്ടത് സ്നേഹമാണ്, അല്ലെങ്കിൽ വരം മാത്രം പൂജ്യമാണ്. സ്നേഹമില്ലാതെ നിങ്ങളുടെ വരം പ്രയോജനരഹിതമാണ്, അർത്ഥശൂന്യമാണെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശുശ്രൂഷയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനും ഒരു പ്രശ്നവുമില്ല, ആദർശങ്ങൾക്കായി എന്ത് ത്യാഗവും ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ വക കാര്യങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടാകണമെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തി ദൈവസ്നേഹത്താൽ പ്രേരിതനായിരിക്കേണ്ടതാണ്. അത് നമ്മുടെ ജീവിതത്തെ യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കൂ. ആ സമർപ്പണമില്ലാതെ നിങ്ങൾ സ്നേഹിക്കുവാൻ ശ്രമിച്ചാൽ പരാജയമായിരിക്കും ഫലം. അനേകർക്കും സ്നേഹിക്കുവാൻ താല്പര്യമുണ്ട്, എന്നാൽ പരാജയപ്പെടുന്നു. കാരണം സമർപ്പണം ഭാഗികമാണ്. ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. അല്ലാത്ത പക്ഷം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയില്ല. സ്നേഹിക്കുവാൻ നാം ആഗ്രഹിച്ചിട്ടും സാധിക്കാത്തതിൻ്റെ കാരണം അതാണ്. ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കൂ. ഇന്നത്തെ പഠനത്തിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. അനുസരിക്കുവാൻ തയ്യാറായിക്കാട്ടെ. അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാകും. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.